ആന്റണി രാജു ഇടതുപക്ഷ മുന്നണിയോട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നലെ പരിശോധിച്ചു, സ്ഥാനാർത്ഥിയെ കണ്ടെത്തി, ഇന്നത് പ്രഖ്യാപിക്കും. വർക്കലയിൽ ഇത്തവണ ഹാട്രിക് വിജയമാണ് വി ജോയ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം വി ജോയ് തന്നെ ചേരുന്നു. പ്രചരണം ആരംഭിച്ചിട്ട് 1-2 ദിവസങ്ങളായി. എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? അല്ല, കഴിഞ്ഞ നാളുകളിൽ ഞാൻ അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അവരുടെ സുഖത്തിലും അവരുടെ ദുഃഖത്തിലും അവരോടൊപ്പം നിന്ന് അവരുടെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് ഞാൻ ഈ 10 വർഷവും ഈ പ്രവർത്തനങ്ങളാകെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം അതിനകത്തില്ല. അവരുടെ ഒരു കുടുംബാംഗം മത്സരിക്കുന്നു എന്ന നിലയിൽ തന്നെയാണ് അവിടുത്തെ വോട്ടർമാർ കാണുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായിട്ടും അവർ കൃത്യമായിട്ട് എന്നെ സഹായിക്കും. ഒരിക്കൽ കൂടി എനിക്ക് നിയമസഭയിൽ പോകാനുള്ള അവസരം അവരുണ്ടാക്കി തരുമെന്നാണ് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയുള്ള പ്രചരണ പരിപാടികൾ എങ്ങനെയാണ്? നോമിനേഷൻ കൊടുക്കുകയാണ്, തുടർ പ്രചരണങ്ങൾ എങ്ങനെയാണ്? ഇന്നിപ്പോൾ 11:30 മണിയോടുകൂടി നോമിനേഷൻ നൽകും. വോട്ടർമാരെ കാണുകയാണ് പരമാവധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരമാവധി ഓടിയെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് അവരോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കവലകളിലേക്ക് പോവുക, മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുക, അത് ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കും. ഏതാണ്ടൊരു 28-ാം തീയതിയോടുകൂടി വാഹന പ്രചരണ ജാഥ ആരംഭിക്കും. അത് വാഹനത്തിൽ ഓരോ കവലകളിൽ പോയി ആളുകളോട് സംസാരിച്ച് വോട്ട് ചോദിക്കുന്ന രീതിയാണ്. ഈ ദിവസങ്ങൾ വളരെ കുറവാണ്, അത് ഈ പ്രചരണത്തിനൊരു വെല്ലുവിളിയാവുന്നുണ്ടോ? ദിവസങ്ങൾ കുറവായതൊരു പ്രശ്നമാണ്. നമുക്ക് കൂടുതൽ ആളുകളെ കാണുന്നതിനൊരു ബുദ്ധിമുട്ട് ഉണ്ട്. പക്ഷേ പരിചയമുള്ള മുഖമായതുകൊണ്ട് നമ്മൾ ആ ദിവസം കുറഞ്ഞത് നമുക്കൊരു വലിയ പ്രശ്നമായിട്ട് വരില്ല. ഇത്തവണ എതിരാളിയായിട്ടുള്ളത് വർക്കല കഹാറാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വർക്കലയിലേക്കുള്ള ആദ്യ വിജയം വരുന്ന സമയത്ത് കഹാറായിരുന്നു എതിരാളി ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് കഹാറിൻ്റെ ഒരു പോരാട്ടത്തെ എതിരാളി എന്ന നിലയിൽ കാണുന്നത്? അല്ല, കഹാർ എന്ന വ്യക്തിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. UDFന് ജനങ്ങളെതിരാണ്. അത് കഴിഞ്ഞ ഇദ്ദേഹം നിയമസഭ അംഗമായിരുന്ന കാലഘട്ടങ്ങളിൽ അവിടെ നടന്നിട്ടുള്ള ചില മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ചും UDFനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ പ്രതിരോധത്തിലാണ് പല കാരണങ്ങളാൽ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും അവർക്ക് കിട്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇന്ന് നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾ വിലയിരുത്തും. അങ്ങനെ വിലയിരുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും. കഹാർ എന്ന വ്യക്തി എന്നുള്ള നിലയിൽ അല്ല അതിനെ എടുക്കുന്നത്, UDF LDF എന്നുള്ള നിലയിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് LDFന് ഒരു മേൽക്കൈ ഉണ്ടാകും. UDFും LDFും തമ്മിലുള്ള മത്സരമാണെങ്കിൽ പോലും ഈ 2386 വോട്ടുകൾക്കാണ് ആ ഒരു തെരഞ്ഞെടുപ്പിൽ താങ്കൾ കയറി വരുന്നത്. ഒരു മത്സരം കടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്തായിരുന്നു 15 വർഷം നിയമസഭാംഗമായിരിക്കുകയും പിന്നെ ആരാലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട സമയത്താണ് പിന്നെ ഞാൻ തിരഞ്ഞെടുപ്പിൽ അന്ന് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇത്രയും കാലമായി, അദ്ദേഹത്തിന് തന്നെ നല്ല പ്രായവുമായി. അപ്പോൾ അതൊക്കെ ആളുകൾക്ക് അറിയാം, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആളുകൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും ആളുകൾ അവരെ എങ്ങനെ സഹായിച്ചു, അല്ലെങ്കിൽ അവരോടൊപ്പം എങ്ങനെ നിന്നു, ഈ കഴിഞ്ഞ കാലങ്ങളിൽ നാടിൻ്റെ വികസനങ്ങൾ വല്ലതും നടന്നോ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊരു ചർച്ച വരുമ്പോൾ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടത് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ചോദ്യം കൂടി, താങ്കൾ തിരുവനന്തപുരത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നതുകൊണ്ടുകൂടി ചോദിക്കുകയാണ്. ഈ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഇതുവരെയും LDFന് സ്ഥാനാർത്ഥിയായിട്ടില്ല എന്നുള്ളൊരു വിമർശനം വരുന്നുണ്ട്, അത് വൈകുകയും ചെയ്യുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ LDFൻ്റെ ഒരു സാധ്യതയെ ബാധിക്കുന്നുണ്ടോ? എന്നത്തേക്കാവും സ്ഥാനാർത്ഥി ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ പാർട്ടിയുടെ നിലപാടെന്ന്? ഇല്ല, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ആന്റണി രാജു ഘടകകക്ഷിയുടെ സീറ്റാണത്. അപ്പോൾ ആന്റണി രാജുവിൻ്റെ ഒരു കേസ് കോടതിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ വിധി വന്നത്. അപ്പോൾ അയോഗ്യനായി നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സീറ്റ് അവർക്ക് തന്നെ കൊടുത്തിരുന്നതാണ്. അപ്പോൾ ഈ അയോഗ്യത വന്ന സാഹചര്യത്തിൽ ആന്റണി രാജു ഇടതുപക്ഷ മുന്നണിയോട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നലെ പരിശോധിച്ചു, സ്ഥാനാർത്ഥിയെ കണ്ടെത്തി, ഇന്നത് പ്രഖ്യാപിക്കും. വൈകാതെ തന്നെ ഉണ്ടാകും. ഇന്ന് തീർച്ചയായിട്ടും ഇന്ന്
LDFൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, ഏറ്റവും ഒരു അറിയപ്പെടുന്ന, പ്രത്യേകിച്ചും തിരുവനന്തപുരം മണ്ഡലത്തിലെ ആളുകൾക്ക് ആ കുടുംബവുമായിട്ടും വ്യക്തിയുമായിട്ടും നല്ല ബന്ധമുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. കഴിഞ്ഞ തവണ കോവളം മാത്രമാണ് നഷ്ടപ്പെട്ടുള്ളത് LDFന്. ഇത്തവണ പോകുമ്പോൾ ജില്ലയിലെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? അല്ല, നല്ല മത്സരങ്ങൾ ജില്ലയിലെ പല മണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ ആ മത്സരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരമാവധി സീറ്റ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വിജയ് ഉള്ളത്. നമുക്കറിയാം, അതായത് 3ാം വിജയം ലക്ഷ്യമിട്ടാണ് അദ്ദേഹം ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത്. മണ്ഡലത്തിലെ സുപരിചിതനായ എല്ലാവർക്കും പരിചയമുള്ള ഒരു ജനപ്രതിനിധി കൂടിയാണ് വിജോയ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിജോയ് ഉള്ളത്. വർക്കലയിൽ നിന്നും കണ്ണൻ തിരുമലയ്ക്കൊപ്പം സിജോ വിജോൺ, മീഡിയ 1.